ഇന്ത്യ എന്നത് ഒരു ഭാഷയല്ല, ഒരു സംസ്കാരമല്ല, ഒരു ജീവിത രീതിയല്ല. അത് അനേകം ഭാഷകളുടെ, അനേകം സംസ്കാരങ്ങളുടെ, അനേകം ജീവിത രീതികളുടെ ഒരു സമന്വയമാണ്. ഹിന്ദി ഒരു മോശം ഭാഷയാണെന്ന അഭിപ്രായം ആർക്കും തന്നെ ഇല്ല. പക്ഷേ ഇന്ത്യയുടെ ഏക ദേശീയ ഭാഷയായി അവതരിപ്പിക്കാനോ മറ്റ് ഭാഷകളെക്കാൾ അതിന് അപ്രമാദിത്വം നൽകാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാൽ പ്രേരിതമാണ്. ഇത് ഇന്ത്യയാണ്, ഇവിടെ ഹിന്ദി സംസാരിക്കണം. ഈ വാചകം ഒരു വെറും വാചകമല്ല, ഇതൊരു മനോഭാവമാണ്. ഒരു ഭാഷയെ, ഒരു സംസ്കാരത്തെ മറ്റുള്ളവയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. ഒരു ഭാഷയെ അവഗണിക്കുമ്പോൾ നാം അവഗണിക്കുന്നത് ഒരു ജനതയുടെ ചരിത്രമാണ്, അവരുടെ സ്വപ്നങ്ങളാണ്, അവരുടെ ജീവിതമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഒരു ഭാഷയുണ്ട്, ഒരു സംസ്കാരമുണ്ട്, ഒരു ജീവിത രീതിയുണ്ട്. ഇവയുമായി ഒരു അഗാധമായ ബന്ധം നമ്മളെപ്പോഴും വെച്ചു പുലർത്തുന്നുണ്ട്. ഒരു ഭാഷ എന്നത് വെറുമൊരു ആശയവിനിമയ ഉപാധി മാത്രമല്ല, അതൊരു ജനതയുടെ ശബ്ദവും അവരുടെ ചരിത്രവും അവരുടെ സ്വപ്നങ്ങളുമാണ്, അവരുടെ വേദനകളും അവരുടെ സന്തോഷങ്ങളുമാണ്. ഒരു ഭാഷയിലൂടെ നാം ഒരു സംസ്കാരത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിയുന്നുണ്ട്. അതൊരു ജനതയുടെ ജീവനാഡിയാണ്. ആ മണ്ണിൻ്റെ മണവും അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ശ്വാസവും അവരുടെ ജീവിതത്തിൻ്റെ താളവുമെല്ലാം ചേർന്നാണ് ഒരു ഭാഷ ജനിക്കുന്നത്. നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും വൈവിധ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യ ഒരു രാജ്യമല്ല, ഒരു ആശയമാണ്. ഒരു മഹത്തായ സംഗീതം പോലെ വ്യത്യസ്ത നാദങ്ങൾ, വ്യത്യസ്ത താളങ്ങൾ, വ്യത്യസ്ത ശബ്ദങ്ങൾ എല്ലാം ഒന്നായി ഒത്തൊരുമയോടെ ഒരു മനോഹരമായ യാത്രയായി മാറുന്നു. ഈ വൈവിധ്യവും, ഈ ഒത്തൊരുമ, ഈ ബഹുസ്വരത, ഇതാണ് ഇന്ത്യയുടെ ആത്മാവ്. നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്. വീഡിയോ കാണുന്നതിനൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒരു ഭാഷയെ നല്ലത് എന്നോ മോശമെന്നോ അല്ലെങ്കിൽ മറ്റൊരു ഭാഷയേക്കാൾ മികച്ചത് എന്നോ ആധുനിക പുരോഗമന മാനവിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ ഭാഷയും അതിൻ്റെ സംസ്കാരവുമായി, അതിൻ്റെ ജനതയുടെ ജീവിത രീതിയുമായി, അവർ ജീവിക്കുന്ന മണ്ണിൻ്റെ പ്രത്യേകതകളുമായി മുറിച്ചു മാറ്റാനാക്കാത്ത വിധം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇന്ത്യ എന്നത് ഒരു ഭാഷയല്ല, ഒരു സംസ്കാരമല്ല, ഒരു ജീവിത രീതിയല്ല. അത് അനേകം ഭാഷകളുടെ, അനേകം സംസ്കാരങ്ങളുടെ, അനേകം ജീവിത രീതികളുടെ ഒരു സമന്വയമാണ്. ഈ സമന്വയമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവ്. ഈ മനോഹരമായ വൈവിധ്യത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു ഭാഷയെ മറ്റൊരു ഭാഷയ്ക്ക് മുകളിൽ വെക്കാനുള്ള ശ്രമങ്ങൾ നാം കാണാറുണ്ട്. ഇന്ത്യയിൽ ഹിന്ദി എന്ന ഭാഷ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ്. ഹിന്ദിയുടെ സൗന്ദര്യം, അതിൻ്റെ സാഹിത്യം, അതിൻ്റെ ഗാനങ്ങൾ, സിനിമകൾ ഇവയെല്ലാം നമ്മളെ ആകർഷിക്കുന്നവയാണ്. ഹിന്ദി ഒരു മനോഹരമായ ഭാഷയാണ്, അതിലൊരു തർക്കവുമില്ല. പക്ഷേ ഹിന്ദി മാത്രമല്ല ഇന്ത്യ. ഇന്ത്യ എന്നാൽ മലയാളവും തമിഴും കന്നഡയും തെലുങ്കും ബംഗാളിയും പഞ്ചാബിയും മറാഠിയും ഒഡിയയും അസമിയും കൊങ്കണിയും മണിപ്പൂരിയും അങ്ങനെ നൂറുകണക്കിന് ഭാഷകളും അവയോട് ചേർന്നുള്ള സംസ്കാരങ്ങളും. ഇന്ത്യയുടെ ചരിത്രത്തിലും ഇന്നത്തെ സാഹചര്യത്തിലും ഹിന്ദിയെ മറ്റു ഭാഷകൾക്ക് മുകളിൽ വെക്കാനുള്ള ശ്രമങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നുണ്ട്. ഈ ശ്രമങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ ബോധങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹിന്ദി ഒരു മോശം ഭാഷയാണെന്ന അഭിപ്രായം ആർക്കും തന്നെ ഇല്ല. പക്ഷേ ഇന്ത്യയുടെ ഏക ദേശീയ ഭാഷയായി അവതരിപ്പിക്കാനോ മറ്റ് ഭാഷകളെക്കാൾ അതിന് അപ്രമാദിത്വം നൽകാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാൽ പ്രേരിതമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇന്ത്യയെ ഒരു ദേശീയ ഭാഷയായി ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങൾ 1947 ശേഷം തന്നെ തുടങ്ങിയിരുന്നു. 1950 ഇന്ത്യൻ ഭരണഘടനയിൽ ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചെങ്കിലും ഇംഗ്ലീഷിനൊപ്പം 22 ഔദ്യോഗിക ഭാഷകൾക്ക് തുല്യ പ്രാധാന്യം നൽകി. എന്നാൽ 1960 ഹിന്ദി ഔദ്യോഗിക ഭാഷയായി നിർബന്ധിതമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായപ്പോൾ തമിഴ്നാട്ടിലെ ജനങ്ങൾ തങ്ങളുടെ ഭാഷയും സംസ്കാരവും അവഗണിക്കപ്പെടുന്നുവെന്ന് തോന്നിയപ്പോൾ തെരുവിലിറങ്ങി, തങ്ങളുടെ ശബ്ദമുയർത്തി. ഈ പ്രക്ഷോഭങ്ങൾ ഹിന്ദി അടിച്ചേൽപ്പിക്കലിനെതിരായ ഒരു ശക്തമായ സന്ദേശമായിരുന്നു. ഈ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സർക്കാർ ഹിന്ദിയെ നിർബന്ധിതമാക്കുന്നതിന് പകരം ഇംഗ്ലീഷും മറ്റു ഭാഷകൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു ത്രിഭാഷാ ഫോർമുല അവതരിപ്പിച്ചു. എന്നാൽ ഇന്നും ഹിന്ദിയെ ഒരു ദേശീയ ഭാഷയായി ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. 2019 പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഹിന്ദിയെ 3ാമത്തെ ഭാഷയായി നിർബന്ധിതമാക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഇത് വലിയ വിവാദമായി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഈ നിർദ്ദേശത്തിനെതിരെ ശക്തമായ എതിർപ്പുകളുണ്ടായി. ഈ ശ്രമങ്ങൾക്ക് പിന്നിൽ ഒരു ഏകീകൃത ഇന്ത്യൻ ഐഡന്റിറ്റി സൃഷ്ടിക്കാനുള്ള രാഷ്ട്രീയ ബോധമുണ്ട്. ഒരു ഭാഷ, ഒരു സംസ്കാരം, ഒരു ദേശമെന്ന ആശയം ചില രാഷ്ട്രീയ ശക്തികൾക്ക് ആകർഷമായി തോന്നിയേക്കാം. എന്നാൽ ഇന്ത്യയുടെ യഥാർത്ഥ ആത്മാവ് ഈ ഏകത്വത്തിലല്ല, ബഹുസ്വരതയിലാണ്. ഒരു ഭാഷയെ ദേശീയ ഭാഷയായി അടിച്ചേൽപ്പിക്കുന്നത് മറ്റു ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും സ്വത്വത്തെ അവഗണിക്കുന്നതിന് തുല്യമാണ്. ഈ രാഷ്ട്രീയ ബോധം ഹിന്ദി സംസാരിക്കുന്ന ജനതയെ പ്രീണിപ്പിക്കാനുള്ള ഒരു ശ്രമമായും കാണാം. ഇന്ത്യയിൽ ഹിന്ദി സംസാരിക്കുന്നവർ ഏറ്റവും വലിയ ഭാഷാ വിഭാഗമാണ്. എന്നാൽ ഇത് ഹിന്ദി സംസാരിക്കുന്നവർ മറ്റു ഭാഷകൾ പഠിക്കുന്നില്ല എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കുറവ് ഭാഷകൾ സംസാരിക്കാൻ അറിയുന്ന ഒരു ഭാഷാ വിഭാഗം ഹിന്ദി സംസാരിക്കുന്നവരാണ്. അവരിൽ ബഹുഭൂരിപക്ഷം പേർക്കും മറ്റു ഭാഷകൾ അറിയില്ല. ഇതൊരു കുറ്റമല്ല, പക്ഷേ ഈ യാഥാർത്ഥ്യം ഹിന്ദി സംസാരിക്കുന്നവരുടെ സൗകര്യത്തിനായി മറ്റ് ഭാഷകളെ അവഗണിക്കുന്നതിനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഈയിടെ കർണാടകയിൽ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ നടന്ന ഒരു സംഭവം. കർണാടക കന്നഡ സംസാരിക്കുന്നവരുടെ നാടാണ്. കന്നഡ സംസാരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ തൻ്റെ ബാങ്കിൻ്റെ ഓഫീസിലെത്തുമ്പോൾ തൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് അവൻ്റെ അവകാശമാണ്. അവൻ്റെ മണ്ണിൽ, അവൻ്റെ സംസ്കാരത്തിൽ,
അവൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അവിടെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു, ഇത് ഇന്ത്യയാണ്, ഇവിടെ ഹിന്ദി സംസാരിക്കണം. ഈ വാചകം ഒരു വെറും വാചകമല്ല, ഇതൊരു മനോഭാവമാണ്. ഒരു ഭാഷയെ, ഒരു സംസ്കാരത്തെ മറ്റുള്ളവയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. ആ ഉദ്യോഗസ്ഥന് കന്നഡ അറിയില്ലായിരിക്കാം, അതൊരു കുറ്റവുമല്ല. ഒരു ഭാഷ അറിയാത്തത് ഒരു കുറ്റമല്ല. പക്ഷേ അറിയാത്ത ഒരു ഭാഷയെ അവഗണിക്കുക, അല്ലെങ്കിൽ അതിനെ അപമാനിക്കുക, മറ്റൊരു ഭാഷയെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുക, അത് തെറ്റ് തന്നെയാണ്. ആ ഉദ്യോഗസ്ഥന് പറയാമായിരുന്നു, ക്ഷമിക്കണം, എനിക്ക് കന്നഡ അറിയില്ല, താങ്കൾക്ക് ഹിന്ദി അറിയാമെങ്കിൽ നമുക്ക് ഹിന്ദിയിൽ സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വഴി ആലോചിക്കാം. ഇങ്ങനെയൊരു സമീപനം ബഹുമാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഒരു സന്ദേശം നൽകുമായിരുന്നു. പക്ഷേ ഇത് ഇന്ത്യയാണ്, ഹിന്ദി സംസാരിക്കണം എന്ന് പറയുമ്പോൾ അതൊരു ജനതയുടെ ഭാഷയെ, അവരുടെ സ്വത്വത്തെ, അവരുടെ സംസ്കാരത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. ഈ സംഭവം ഒരു ചെറിയ കണ്ണാടിയാണ്. ഇത് നമുക്ക് കാണിച്ചു തരുന്നത് ഒരു ഭാഷയെ മറ്റൊരു ഭാഷയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം വേദന ഉണ്ടാക്കുന്നുണ്ട് എന്നാണ്. കർണാടകയിലെ ആ സാധാരണ മനുഷ്യന് ഹിന്ദി അറിയില്ലെങ്കിൽ അവൻ എന്താണ് ചെയ്യേണ്ടത്? തൻ്റെ ബാങ്കിൻ്റെ ഓഫീസിൽ, തൻ്റെ സ്വന്തം മണ്ണിൽ, തൻ്റെ സ്വന്തം ഭാഷയിൽ സംസാരിക്കാൻ പോലും അവന് കഴിയുന്നില്ലെങ്കിൽ അവൻ എന്താണ് ചിന്തിക്കുക? അവൻ്റെ ഭാഷ, അവൻ്റെ സംസ്കാരം, അവൻ്റെ സ്വത്വം അവയെല്ലാം അപമാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവൻ കരുതാൻ സാധ്യതയുണ്ട്. ഓരോ ഭാഷയും ഒരു ജനതയുടെ ശബ്ദമാണ്. ഓരോ ഭാഷയും ഒരു സംസ്കാരത്തിൻ്റെ കഥ പറയുന്നുണ്ട്. ഒരു ഭാഷയെ അവഗണിക്കുമ്പോൾ നാം അവഗണിക്കുന്നത് ഒരു ജനതയുടെ ചരിത്രമാണ്, അവരുടെ സ്വപ്നങ്ങളാണ്, അവരുടെ ജീവിതമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന പോലും ഈ വൈവിധ്യത്തെ അംഗീകരിക്കുന്നു. ഇന്ത്യയിൽ 22 ഔദ്യോഗിക ഭാഷകളുണ്ട്. ലോകത്ത് വേറെ ഏത് രാജ്യത്താണ് ഇത്രയധികം ഭാഷകൾ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്? ഈ 22 ഭാഷകൾക്ക് പുറമെ 100 കണക്കിന് ഉപഭാഷകളും പ്രാദേശിക ഭാഷകളും നമുക്കുണ്ട്. ഓരോ ഭാഷയും ഒരു ജനതയുടെ ശബ്ദമാണ്. ഓരോ ഭാഷയും ഒരു സംസ്കാരത്തിൻ്റെ കഥ നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യം നമ്മുടെ ശക്തിയാണ്. പക്ഷേ ഈ വൈവിധ്യത്തെ ബഹുമാനിക്കാതെ ഒരു ഭാഷയെയോ ഒരു സംസ്കാരത്തെയോ മറ്റൊരു ഭാഷയ്ക്കോ സംസ്കാരത്തിനോ മുകളിൽ വെക്കാൻ ശ്രമിക്കുമ്പോൾ നാം നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവിനെ തന്നെ ദുർബലപ്പെടുത്തുകയാണ്. ഹിന്ദി ഒരു മനോഹരമായ ഭാഷയാണ്. പക്ഷേ മലയാളവും മനോഹരമാണ്, തമിഴും മനോഹരമാണ്, കന്നഡയും തെലുങ്കും ബംഗാളിയും എല്ലാം മനോഹരമാണ്. ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ ചരിത്രമുണ്ട്, അതിൻ്റേതായ സാഹിത്യമുണ്ട്, അതിൻ്റേതായ ജനതയുണ്ട്. ഒരു ഭാഷയെ സ്നേഹിക്കുന്നത് മറ്റൊരു ഭാഷയെ വെറുക്കുക എന്നതല്ല. ഒരു ഭാഷയെ പഠിക്കുന്നത് മറ്റൊരു ഭാഷയെ മറക്കുക എന്നതല്ല. ഒരു ഭാഷയെ ബഹുമാനിക്കുന്നത് മറ്റൊരു ഭാഷയെ അവഗണിക്കുക എന്നതല്ല. നമുക്കെല്ലാ ഭാഷകളെയും സ്നേഹിക്കാം, നമുക്കെല്ലാ ഭാഷകളെയും ബഹുമാനിക്കാം, നമുക്കെല്ലാ ഭാഷകളെയും ആഘോഷിക്കാം. ഈ കഥ ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല, ഇതൊരു സമൂഹത്തിൻ്റെ, ഒരു ജനതയുടെ, ഒരു സംസ്കാരത്തിൻ്റെ കഥയാണ്. ഭാഷാ വൈവിധ്യത്തിൻ്റെ ആഘോഷം, നമ്മുടെ രാജ്യത്തിൻ്റെ ഈ വൈവിധ്യം, ഈ ഭാഷകളുടെ, ഈ സംസ്കാരങ്ങളുടെ, ഈ ജനതയുടെ ഒത്തൊരുമ, ഇതാണ് ഇന്ത്യയുടെ ശക്തി, ഇതാണ് ഇന്ത്യയുടെ ആത്മാവ്. നമുക്ക് ഈ ആത്മാവിനെ സംരക്ഷിക്കാം, നമുക്ക് ഈ ആത്മാവിനെ ആഘോഷിക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.